കാറ്റത്തെ കിളിക്കൂടിൻ്റെ നാളത്തെ എപ്പിസോഡിലെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഹരീഷിന്റെ കടയിലെത്തുന്ന നീതു നടന്ന കാര്യങ്ങളെല്ലാം ഹരീഷിനോടും ടിറ്റോയോടും പറയുന്നുണ്ട്. അത് കേൾക്കെ നന്നായിട്ടുണ്ടല്ലേ എന്ന് പറഞ്ഞ് ഹരീഷും ടിറ്റോയും പൊട്ടിച്ചിരിക്കുക. നീതുവും സന്തോഷത്തോടു കൂടി പറയുകയാ. അതിനുശേഷം അവരുടെ ഒരു ബഹുമാനം കാണണമായിരുന്നു എന്ന്. ഹരീഷേ, നീ വിഷമിക്കണ്ട, നമുക്ക് പിന്നീട് കല്യാണം നടത്താം, എനിക്കൊരു പ്രശ്നവുമില്ല, നമുക്ക് സൂപ്പറായി ലവ് ചെയ്യാം. നിന്റെ ചേട്ടൻ, അനിയൻ, നികേഷ് എല്ലാവരും കല്യാണം കഴിച്ചു കഴിഞ്ഞ് സമാധാനത്തോടു കൂടി നമുക്ക് കല്യാണം കഴിക്കാം. എനിക്കൊക്കെയാ, ഞാൻ ഹരീഷിന് വേണ്ടി എത്ര നാള് വേണമെങ്കിലും വെയിറ്റ് ചെയ്യാം, നീ വിഷമിക്കാതെ എന്ന് പറഞ്ഞ് പുഞ്ചിരിയോടെ അവനെ ആശ്വസിപ്പിക്കെ ഹരീഷും സന്തോഷത്തോടു കൂടി ശരിയെന്ന് പറഞ്ഞ് അവളെ നോക്കി പുഞ്ചിരിക്കുക. പിന്നീട് രാത്രി എല്ലാവരും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുമ്പോഴാണ് നികേഷ് ഹരീഷിനോടായി, നീതുവിനെ വീട്ടിൽ വിട്ടതിനു ശേഷം അവൾ ഓക്കെ ആണെന്ന് ചോദിച്ചോ? അവരവളെ ഒരുപാട് ഉപദ്രവിച്ചു കാണില്ലേ, പാവമല്ലേ അവൾ എന്ന് ചോദിക്കെ ഹരീഷും പൊട്ടിച്ചിരിക്കുക. ചിരിച്ച് അവനെ ചുമ വരുമ്പോഴേക്കും വെള്ളം എടുത്ത് കുടിക്കാനായി പറയുന്നുണ്ട് സുഭാഷ് ഏട്ടനും. വെള്ളം കുടിച്ചു കഴിഞ്ഞ് ഹരീഷ് വീണ്ടും ചിരിക്കുമ്പോഴേക്കും ഞാനും ചോദിക്കണമെന്ന് വിചാരിച്ചാ, നീതു അവിടെ ഓക്കെ അല്ലേ എന്ന് സുധീഷും ചോദിക്കുന്നു. പാവം നീതു, വീട്ടിൽ പ്രശ്നമാണെന്ന് പറഞ്ഞ് വീട് വിട്ടിറങ്ങി വന്നതല്ലായിരുന്നു, തിരിച്ചവളെ വീട്ടിൽ തന്നെ കൊണ്ടുചെന്നാക്കി. അവളുടെ അവസ്ഥ എന്താണോ ആവോ എന്നൊക്കെ ടെൻഷനോടെ സുഭാഷ് ഏട്ടൻ പറയും. സുഭാഷ് ഏട്ടാ, അവിടെ നടന്നതറിഞ്ഞാൽ എന്നേക്കാൾ കൂടുതൽ ചിരിക്കാൻ പോകുന്നത് നിങ്ങളായിരിക്കുമെന്ന് ഹരീഷും പറയുന്നുണ്ട്. അതിനവിടെ എന്താ നടന്നതെന്ന് സുഭാഷ് ഏട്ടൻ സംശയത്തോടെ ചോദിക്കേ, അവളെ വീട്ടിൽ കൊണ്ടുപോയി വിടുന്ന സമയത്ത് എനിക്കും ഒരു പേടി ഉണ്ടായിരുന്നു, വേറെ വഴിയൊന്നും ഇല്ലാഞ്ഞിട്ടാ അവളെ വീട്ടിൽ കൊണ്ട് വിട്ടത്. നീതു ഇന്ന് കടയിലേക്ക് വന്നിരുന്നു, എന്താ വീട്ടിലെ അവസ്ഥ, അവര് നിന്നെ അടിച്ചോ എന്ന് ചോദിക്കേ. അമ്മയും ചേട്ടനും ഉപദ്രവിക്കുന്നത് സഹിക്കാനാവാതെ റൂമിനകത്ത് കയറി വാതിലടച്ച് പോലീസിനെ വിളിച്ചിരിക്കുന്നു എന്ന് ഹരീഷ് പറയുന്നത് കേൾക്കെ എല്ലാവരും അമ്പരപ്പോടെ പരസ്പരം നോക്കുകയാ. എന്നിട്ട് എന്ന് സുധീഷ് ആവേശത്തോടെ ചോദിക്കേ, പോലീസ് വന്ന് വിളിച്ചിട്ടാ അവൾ കതക് തുറന്നത്. അവളുടെ വീട്ടുകാരുടെ ഉപദ്രവങ്ങളെ കുറിച്ചെല്ലാം അവൾ പോലീസിനോട് പറഞ്ഞു. പോലീസുകാർ അമ്മയെയും അച്ഛനെയും ചേട്ടനെയും എല്ലാം നിർത്തി പൊരിച്ചു. അവൾക്കിനി വീട്ടിൽ നിന്ന് നല്ല ഭക്ഷണം കൊടുക്കണം, നല്ല പോലെ നോക്കണം, ചോദിച്ചതെല്ലാം വാങ്ങിക്കൊടുക്കണമെന്നൊക്കെ അഖിലിനെ കൊണ്ട് അവർ ലെറ്റർ എഴുതിച്ചു, സൈൻ ചെയ്യിച്ചു. അമ്മയെ കൊണ്ടും അച്ഛനെ കൊണ്ടും എല്ലാം അതിൽ സൈൻ ചെയ്യിച്ചു എന്നവൻ പറയുന്നത് കേൾക്കെ എല്ലാവരും സന്തോഷത്തോടു കൂടി പൊട്ടിച്ചിരിക്കുക. അതിനുശേഷം വീട്ടിൽ ആരും അവളെ ഉപദ്രവിച്ചിട്ടില്ല, നല്ല പോലെ നോക്കുന്നു, അടിക്കാനോ വഴക്കു പറയാനോ ഇനി കഴിയില്ല എന്ന് ഹരീഷ് പറയുന്നത് കേൾക്കെ സത്യമായും ഇതെല്ലാം നടന്നതാണോ എന്ന് സുഭാഷ് ഏട്ടനും ചോദിക്കുന്നുണ്ട്. അതെ സുഭാഷ് ഏട്ടാ, പോലീസ് അവളുടെ വീട് തേടിച്ചെന്ന് അവൾക്ക് വേണ്ടി സംസാരിച്ചു. പോലീസ് അവരുടെ നമ്പറും കൊടുത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വിളിക്കണമെന്ന് പറഞ്ഞിട്ടാ പോയത്. ഇപ്പം നീതുവിനെ കാണുന്നത് തന്നെ വീട്ടിലെല്ലാവർക്കും പേടിയാ, അവളുടെ അടുത്തൊന്നും ഇരിക്കാൻ പോലും ആരും ധൈര്യപ്പെടുന്നില്ല എന്ന് ഹരീഷ് പറയുന്നത് കേൾക്കെ നീതു മാസാണല്ലോ എന്ന് സുധീഷും സന്തോഷത്തോടെ പറയുന്നുണ്ട്. സ്മാർട്ടായി ആലോചിച്ച് വേണ്ടത് ചെയ്തല്ലോ, സൂപ്പർ എന്ന് നിധിയും സന്തോഷത്തോടു കൂടി പറയേ സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്. എന്താണേലും അച്ഛന്റെയും അമ്മയുടെയും പേരിൽ കംപ്ലൈന്റ് കൊടുക്കാൻ പാടില്ലായിരുന്നു. ഇവൾക്ക് സുധീഷും പറയുന്നുണ്ട്, അച്ഛനും അമ്മയും നല്ലവരാണെന്ന് വിചാരിക്കാതെ അവർ നീതുവിനെ ഉപദ്രവിക്കുന്നത് തെറ്റല്ലേ, അവരാണ് പ്രസവിച്ചതെന്ന് വിചാരിച്ച് അവർ തന്നെ അടിച്ചു കൊല്ലണോ? നീതി ചെയ്തത് തന്നെയാ ശരിയെന്ന് സുധീഷും പറയുന്നുണ്ട്. നിധിയും പറയുക, സത്യമായും വലിയ കാര്യം തന്നെ, പക്ഷെ എനിക്കങ്ങനെ തോന്നിയതേ ഇല്ലല്ലോ എന്നവൾ പറയുന്നത് കേൾക്കെ, എന്താ ഞങ്ങളുടെ പേരിൽ കംപ്ലൈന്റ് കൊടുക്കാനാണോ പ്ലാൻ എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. നിങ്ങളെ കുറിച്ചല്ല, എന്റെ വീട്ടുകാർ അന്ന് വീട്ടിൽ വെച്ച് എന്നെ ടോർച്ചർ ചെയ്ത സമയത്ത് എനിക്ക് പോലീസിൽ പരാതി കൊടുക്കാൻ തോന്നിയില്ലല്ലോ എന്നാ ഞാൻ ഉദ്ദേശിച്ചതെന്ന് നിധി പറയേ. നിധി ഒരു പാവമല്ലേ, ലോലഹൃദയം എന്ന് സുധീഷ് പറയുന്നുണ്ട്. അതല്ല, ഞാനും കംപ്ലൈന്റ് കൊടുക്കേണ്ടതായിരുന്നു, അന്ന് കംപ്ലൈന്റ് കൊടുത്തിരുന്നെങ്കിൽ വീട്ടിൽ വിട്ട് ഇറങ്ങി പോരേണ്ട കാര്യമേ ഇല്ലായിരുന്നു, പോലീസ് വന്ന് വാൺ ചെയ്തിട്ട് പോയേനെ, എനിക്ക് എന്റെ വീട്ടിൽ എന്റെ ഇഷ്ടത്തിന് ജീവിക്കാമായിരുന്നു എന്നവൾ പറയുന്നവൾക്ക് അയ്യോ, നിധിക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടാവാഞ്ഞത് ഭാഗ്യം എന്ന് സുധീഷും മനസ്സിൽ ചിന്തിക്കുക. ഇതെല്ലാം എനിക്ക് തോന്നേണ്ടതായിരുന്നു എന്നവൾ നിരാശയോടെ പറയേ. സുധീഷ് വീണ്ടും പറയുന്നുണ്ട്, എന്താ നിധി പറഞ്ഞതുപോലെ നടക്കുമായിരുന്നെങ്കിൽ നിധിയുടെ ലക്ഷ്യം എന്താവുമായിരുന്നു? അവർ നിധിയെ തിരുവനന്തപുരത്ത് വിടുമായിരുന്നു, തിരുവനന്തപുരത്ത് വന്ന് ജോലി ചെയ്യാൻ സമ്മതിക്കുമായിരുന്നു, പോരാത്തതിന് നിധിയുടെ അച്ഛനെ പോലീസിനെ എല്ലാം പുല്ലുവിലയാ എന്നൊക്കെ സുധീഷ് പറയുന്നത് കേൾക്കെ, അത് വിട്, കഴിഞ്ഞു പോയതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, പക്ഷെ നീതു ഇതുപോലെ ഒരു വലിയ കാര്യം ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. നീതുവിന് ഹരീഷിനെ അത്രയ്ക്ക് ഇഷ്ടമാ ഹരീഷേ എന്ന് നീതു പറയുന്നതുകൾക്ക് ഹരീഷും നാണത്തോടെ ചിരിക്കുകയാ. നീതു ഹരീഷിനു വേണ്ടി വീട് വിട്ടിറങ്ങി വന്നു. ഹരീഷ് ആണെങ്കിൽ അവളെ പറഞ്ഞു മനസ്സിലാക്കി വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവിട്ടു. ഒരു പ്രശ്നം വരുമ്പോൾ സ്മാർട്ടായി ഹാൻഡിൽ ചെയ്തിരിക്കുന്നു. എല്ലാത്തിനും കാരണം നീതുവിന് ഹരീഷിനോടുള്ള പ്രണയമാണ്. അങ്ങനെയുള്ള നീതുവിനെ ഹരീഷ് ഒരിക്കലും വിട്ടുകൊടുക്കരുത് എന്ന് നീതു പറയുന്നതുകൾക്ക് സുധീഷും പ്രണയത്തോടെ അവളെ നോക്കി പറയുന്നുണ്ട്. അതെ നിധി, എന്നെ വിശ്വസിച്ച് നിധി വീട് വിട്ട് ഇറങ്ങി വന്നപ്പോ നിധി എന്നെ എന്തുമാത്രം വിശ്വസിച്ചു, ഈ കാരണം കൊണ്ട് ഞാൻ നിധിയെ ജീവിതത്തിൽ ഒരിക്കലും കൈവിടില്ല എന്നവൻ പറയുന്നത് കേൾക്കെ എല്ലാവരും അമ്പരപ്പോടെ നിധിയെയും സുധീഷിനെയും നോക്കിയിരിപ്പാ. നിധിയും ദേഷ്യത്തോടെ അവനെ നോക്കി കണ്ണുരുട്ടുന്നുണ്ട്. എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കുന്നത് കാണുന്ന സുധീഷും ദേഷ്യത്തോടെ തന്നെ നോക്കിയിരിക്കുന്ന നിധിയോടായി, സോറി നിധി,
ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു പോയതാ എന്ന് പറയുന്നുണ്ടെങ്കിലും നിധി ദേഷ്യത്തോടെ അവനെ തന്നെ നോക്കിയിരിപ്പ. പെട്ടെന്ന് ഇവിടുന്ന് എസ്കേപ്പ് ആവുന്നതാ നല്ലതെന്ന് പറഞ്ഞ് സുധീഷ് തന്റെ പ്ലേറ്റുമായി അടുക്കളയിലേക്ക് പോവുകയാണ്. അടുക്കളയിലെത്തിയ സുധീഷും വായടച്ച് മിണ്ടാതിരുന്നാ മതിയായിരുന്നു. അവളുടെ ദേഷ്യം മാറിയോവോ എന്ന് പറഞ്ഞ് അടുക്കളയിൽ നിന്ന് ഒളിഞ്ഞു നോക്കേ നിധി ചിരിയോടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് സുഭാഷേട്ടനും കൂട്ടരും ചിരിയോടെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോഴേക്കും സുധീഷും അടുക്കളയിൽ നിന്ന് സന്തോഷത്തോടെ ഡാൻസ് ചെയ്യുകയാ. അടുത്ത ദിവസം അച്ഛൻ ഉമ്മറത്തെ പടിക്കെട്ടിലിരുന്ന് നഖം മുറിക്കുമ്പോഴാണ് നിധി അങ്ങോട്ട് വരുന്നത്. അച്ഛൻ ഉമ്മറത്തെ പടിക്കെട്ടിലിരുന്ന് നഖം മുറിക്കുമ്പോഴാണ് നിധി അങ്ങോട്ട് വരുന്നത്. അവൾ അച്ഛനെ ദേഷ്യത്തോടെ നോക്കി നിൽക്കണാണ്ട് ചീത്ത വിളിക്കാനുള്ള പരിപാടിയാണോ? അല്ല, പിള്ളേര് വിളിച്ചാൽ ഞാൻ തിരിച്ചു വിളിക്കും, നീ വിളിച്ചാൽ ഞാൻ തിരിച്ചു വിളിക്കില്ല, അതുകൊണ്ട് ചുളിവിലെ ചീത്ത വിളിക്കാന്ന് വെച്ച് വന്നതാണോ എന്നച്ഛൻ ചോദിക്കേ ഇന്ന് ചൊവ്വാഴ്ചയാണെന്ന് നിധിയും. അതുകൊണ്ടെന്നാ ചീത്ത വിളിക്കാൻ പറ്റില്ലെന്ന് അച്ഛനും ചോദിക്കുന്നുണ്ട്. പാറ വെട്ടുന്നത് പോലെയാണല്ലോ വെട്ടുന്നത്, നഖമെല്ലാം വർഷത്തിൽ ഒരിക്കലാണോ വെട്ടിക്കളയാറെന്ന് നിധി ചോദിക്കുന്നു. ഞാൻ വർഷത്തിലൊരിക്കൽ നഖം വെട്ടാതിരിക്കെ ചെയ്യും, അതിന് നിനക്കെന്താ, വാട്ട് ഈസ് യുവർ പ്രോബ്ലം എന്ന് അച്ഛനും ചോദിക്കുക. അതെല്ലാം വെട്ടിക്കളയേണ്ട സമയത്ത് കറക്റ്റായി വെട്ടണം, അല്ലെങ്കിൽ ഇങ്ങനെ കഷ്ടപ്പെടേണ്ടി വരുമെന്ന് നിധിയും. അയ്യേ, നീ എന്താ കിളവിയെ പോലെ സംസാരിക്കുന്നത്? ചെറിയ പെൺകുട്ടിയാണല്ലോ എന്ന് വിചാരിക്കുമ്പോ എപ്പോഴും കിളവിയെ പോലെ ഉപദേശവുമായി വരും എന്നച്ഛൻ പറയുന്നുണ്ടെങ്കിലും നിധി അതിന് മറുപടിയൊന്നും പറയാതെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്ന് അച്ഛനോടായി ചോദിക്കുന്നുണ്ട്. നീ ഒന്നും ചോദിക്കണ്ട, ദയവ് ചെയ്തൊന്ന് എഴുന്നേറ്റ് പോയി തരാമോ എന്ന് അച്ഛൻ പറയേ വേണ്ടെന്ന് പറഞ്ഞാലും ഞാൻ ചോദിക്കുമെന്ന് നിധിയും. ചോദിക്കണമെന്ന് തീരുമാനിച്ചു വന്നതല്ലേ, പിന്നെന്തിനാ ചോദിക്കട്ടെ എന്നൊരു ചോദ്യം എന്ന് അച്ഛനും പറയുന്നുണ്ട്. അച്ഛൻ ഇവിടെയുള്ള എല്ലാവരുടെയും അച്ഛനല്ലേ എന്നവൾ ചോദിക്കേ ഓ അതിപ്പോഴാണോ നിനക്ക് മനസ്സിലാവുന്നത് എന്ന് അച്ഛനും ചോദിക്കുന്നുണ്ട്. സുഭാഷേട്ടൻ ഇനിയും കല്യാണമായിട്ടില്ല, അതിനുവേണ്ടി അച്ഛൻ എന്ന നിലയിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഉത്തരവാദിത്തമുള്ള അച്ഛനാണെങ്കിൽ എന്ത് ചെയ്യണം? ഒരു നല്ല പെൺകുട്ടിയെ കണ്ടെത്തി സുഭാഷേട്ടന്റെ കല്യാണം നടത്തണം. എന്റെ വീട്ടിൽ എന്റെ അച്ഛനാ ഉത്തരവാദിത്തത്തോടു കൂടി ഒരു പെൺകുട്ടിയെ കണ്ടെത്തി എന്റെ ചേട്ടനെ കല്യാണം കഴിപ്പിച്ചത് എന്നവൾ അഭിമാനത്തോടെ പറയേ അച്ഛനും പറയുന്നുണ്ട്. നിന്റെ ചേട്ടന്റെ കല്യാണം ഉത്തരവാദിത്തത്തോടെ നടത്തിയ ആ അച്ഛൻ തന്നെയാണ് ഉത്തരവാദിത്തമില്ലാതെ നിനക്ക് ഇഷ്ടമില്ലാത്ത കല്യാണം നടത്താൻ ഒരുങ്ങിയതും. അതുകൊണ്ടാണ് നീ ആ വീട് വിട്ടിറങ്ങിയത്, അതും കൂടി ചേർത്ത് പറ എന്ന് അച്ഛനും പരിഹസിക്കുന്നുണ്ട്. ശരി, എന്റെ അച്ഛനെ വിട്ടേക്ക്, നിങ്ങളൊരു നല്ല അച്ഛനല്ലേ, സുഭാഷ് ചേട്ടന് ഒരു നല്ല പെൺകുട്ടിയെ കണ്ടെത്തി കല്യാണം നടത്തണ്ടേ എന്നവൾ ചോദിക്കേ അച്ഛനും പറയുന്നുണ്ട്. ഒരു നല്ല അച്ഛൻ ആരാണെന്നറിയാമോ? ഒരു പയ്യൻ ലവ് ചെയ്ത് ഒരു പെണ്ണിനെ വിളിച്ചിറക്കി കൊണ്ടുവന്നാലും കല്യാണം കഴിച്ച് മാലയിട്ട് കൊണ്ടുവന്നാലും നല്ല പോലെ ജീവിക്കണമെന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുന്നവനാണ് ഒരു നല്ല അച്ഛൻ. ദാറ്റ് ഈസ് എ ഗുഡ് ഫാദർ. അവൻ പനമരം പോലെ വളർന്നിട്ടുണ്ടല്ലോ. ഒരു പെണ്ണിനെ കണ്ടെത്താൻ അവൻ അറിയില്ലേ? അങ്ങനെ കഴിയുന്നില്ലെങ്കിൽ അത് അവന്റെ പ്രശ്നമാ, അല്ലാതെ എന്റെ പ്രശ്നമല്ല. ഈ ചോദ്യം നീ അവനോടാണ് ചോദിക്കേണ്ടത് എന്ന് അച്ഛനും പറയുന്നുണ്ട്. ശരി, നിങ്ങളൊരു പ്രോഗ്രസീവായ അച്ഛനാണെന്ന് ഞാൻ വിചാരിച്ചോളാം, പക്ഷെ നിങ്ങളുടെ മകൻ ഇപ്പോഴും ഒരു ലവ് പോലും സെറ്റായിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യണം? ഒരു നല്ല പെണ്ണിനെ കണ്ടെത്തി കല്യാണം കഴിച്ചു കൊടുക്കുകയല്ലേ വേണ്ടത് എന്നവൾ ചോദിക്കെ അച്ഛനും ചോദിക്കുന്നുണ്ട്. അറിയാഞ്ഞിട്ട് ചോദിക്കുക, നിനക്കെന്താ അവന്റെ കാര്യത്തിൽ ഇത്രയ്ക്ക് ശ്രദ്ധ? സുഭാഷേട്ടന്റെയും കല്യാണം കഴിഞ്ഞ് ഈ വീട്ടിലേക്കൊരു പെണ്ണ് കയറി വന്ന ആരും സുഭാഷേട്ടനെ കുറിച്ച് മോശം പറയില്ലല്ലോ എന്നവൾ പറയെ അച്ഛനും ചോദിക്കുന്നുണ്ട്. നീയും ഒരു പെണ്ണല്ലേ, ഈ വീട്ടിലല്ലേ നീയും താമസിക്കുന്നത്, എന്നിട്ടിപ്പോ നാട്ടുകാർ മോശം പറയുന്നത് നിർത്തിയോ എന്ന് അച്ഛനും ചോദിക്കുക. ഇനി ഒരു കല്യാണം കൂടി നടന്ന രണ്ടാമതൊരു പെണ്ണുകൂടി വന്ന ഇപ്പൊ പറയുന്നത് കൂടി നിർത്തിക്കോൾ എന്ന് നിധി പറയുന്നത് കേൾക്കെ നിന്നോടൊരു കഥ പറയട്ടെ എന്ന് അച്ഛൻ ചോദിക്കുന്നു. അതൊന്നും കേൾക്കാൻ ഇപ്പോ സമയമില്ല, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. എനിക്കൊരു പയ്യനുണ്ട്, അവന് നല്ല ജോലിയുണ്ട്, സമ്പാദിക്കുന്നുണ്ട്, നല്ലൊരു വീടുമുണ്ട്. ഇതൊക്കെ പറഞ്ഞ് ഒരു നല്ല പെണ്ണിനെ കണ്ടെത്തി കല്യാണം നടത്തിക്കൂടെ എന്ന് നിധി ചോദിക്കുന്നവൾക്കെ, അല്ല മോളെ, നീ ഈ വീട്ടിലേക്ക് വന്നിട്ട് എത്ര മാസമായി? ഈ വീടിനെ പറ്റി ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നു. ഭാസ്കരൻ ഒരു കൊലപാതകയാണെന്ന് ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. ഞാനൊരു വീട്ടിലേക്ക് കയറി ചെന്ന് എന്റെ മോനൊരു പെണ്ണ് വേണമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും തരുമോ? എന്നോട് ഇതൊക്കെ ചോദിക്കേണ്ട വല്ല കാര്യവുമുണ്ടോ? രാവിലെ തന്നെ ഇറങ്ങിക്കോ, വഴക്കിട്ടാലേ സമാധാനമാവൂ. ഓഫീസിലേക്കല്ലേ പോകുന്നത്, അവിടെ ജോലിയൊന്നുമില്ലേ? വേഗം പോവാൻ നോക്ക്, ഓരോന്ന് പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു എന്നൊക്കെ അച്ഛൻ പരിഹസിക്കെ. നിങ്ങളോട് പറയാൻ വന്ന എന്നെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് നിധി ദേഷ്യത്തോടെ അവിടെ നിന്ന് അകത്തേക്ക് കയറി പോവുകയാണ്. പിന്നീട് നിധി പിന്നാമ്പുറത്തെത്തുമ്പോഴേക്കും അവിടെ സ്റ്റെപ്പിലിരുന്ന് നീതു ഹാർട്ട് സ്റ്റിക്കറെല്ലാം കൊടുത്ത് തന്റെ പേര് തന്റെ മൊബൈലിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഹരീഷ് സുധീഷിന് കാണിച്ചു കൊടുക്കുന്നത്. അവരത് നോക്കി ചിരിയോടെ ഇരിക്കുന്നത് കണ്ട് നിധിയും ദേഷ്യത്തോടെ, നിങ്ങളുടെ അച്ഛന് ബുദ്ധിയില്ല, നിങ്ങൾക്കുമില്ല എന്ന് പറയേ എന്തു പറ്റി നിധി എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. ഞാൻ ഈ വീട്ടിലേക്ക് വരുന്ന സമയത്ത് സുഭാഷേട്ടന് വേണ്ടി ഒരു പെൺകുട്ടിയെ കണ്ടെത്താൻ എല്ലാവരും നന്നായി ശ്രമിക്കുന്നുണ്ടായിരുന്നു, ഇപ്പൊ എന്താ അതൊന്നും ഇല്ലാത്തത് എന്ന് നിധി ദേഷ്യത്തോടെ ചോദിക്കേ. ശ്രമമൊക്കെയുണ്ട് എന്ന് സുധീഷും പറയുകയാ. ശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ചുമ്മാ ഫോണും തോണ്ടി ചിരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇങ്ങനെ ഇരുന്നാൽ കല്യാണം നടക്കുമോ? സുഭാഷേട്ടന്റെ കല്യാണം നടക്കാൻ വേണ്ടി നിങ്ങൾ 3 പേരും എന്ത് ചെയ്തു എന്ന് നിധി ചോദിക്കേ. ഞങ്ങൾ 3 പേരും തിരിഞ്ഞിട്ടും പെണ്ണൊന്നും സെറ്റാവാത്തതിനാൽ സുഭാഷേട്ടൻ ആകെ ഡള്ളായിപ്പോയി. അതാ കുറച്ചു നാള് സുഭാഷേട്ടൻ ഫ്രീ ആയിരിക്കട്ടെ
പിന്നീട് പെണ്ണ് നോക്കാമെന്ന് എഴുത്തി തന്നെയല്ലേ പറഞ്ഞത് എന്ന് ഹരീഷ് പറയേ. അത്രയുള്ളൂ, എല്ലാ പഴിയും എന്റെ തലയിൽ ചാരിയല്ലേ എന്ന് നിധി ചോദിക്കുക. അയ്യോ അങ്ങനെയല്ല, ഞാൻ ചുമ്മാ പറഞ്ഞതാണെന്ന് ഹരീഷ്. അല്ല, ഞാനാണ് അങ്ങനെ പറഞ്ഞതെന്ന് തന്നെ വെച്ചോ. അത് പറഞ്ഞിട്ട് എത്ര മാസം കഴിഞ്ഞു? ഇനി ഞാൻ വന്ന് വെയിറ്റ് ചെയ്തത് മതി. പെണ്ണ് തിരഞ്ഞോളൂന്ന് പറയണോ? നിങ്ങൾക്കൊന്നും സുഭാഷ് ഏട്ടൻ കല്യാണം കഴിക്കണമെന്നില്ലേ എന്നവൾ ദേഷ്യത്തോടെ ചോദിക്കേ. എന്ന് ഹരീഷും സുധീഷും തലയാട്ടുകയാ. ഒന്ന് വാ തുറന്നു പറ എന്ന് നിധി ദേഷ്യത്തോടെ പറയേ. കല്യാണം നടത്തണം എന്ന് സുധീഷും പറയുന്നു. എന്നാ പിന്നെ ആദ്യം ആ ജോലി നോക്ക്. ഒരാൾക്കും ഒരു ഉത്തരവാദിത്വവുമില്ല. ഇങ്ങനെയായാൽ ആ മനുഷ്യന്റെ കല്യാണം എന്ന് നടക്കും? സുഭാഷിട്ടൻ എന്തായാലും കല്യാണത്തെ കുറിച്ച് പറയില്ല. 3 അനിയന്മാരില്ലേ, നിങ്ങൾക്കെങ്കിലും അക്കാര്യത്തെ കുറിച്ചൊന്ന് പറഞ്ഞൂടെ? എല്ലാം നടക്കുന്ന സമയത്ത് നടക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ മിണ്ടാതിരുന്നാൽ ആരാ ഇത് ഇനീഷ്യേറ്റ് ചെയ്യുക? ആദ്യം സുഭാഷേട്ടനെ ഒരു നല്ല പെൺകുട്ടിയെ കണ്ടെത്താൻ നോക്കുക എന്ന് താക്കീതോടെ പറഞ്ഞ് നിധി അകത്തു കയറി പോവുകയാണ്. പിന്നീട് സുഭാഷ് റോഡിൽ നിർത്തിയ പച്ചക്കറി വണ്ടിയിൽ നിന്നും പച്ചക്കറി വാങ്ങിച്ചുകൊണ്ടിരിക്കുക. അയൽക്കാരികളായ 2-3 സ്ത്രീകളും പച്ചക്കറി വാങ്ങുന്നുണ്ട്. പച്ചക്കറിക്കാരനോട് വിലപേശി സുഭാഷ് പച്ചക്കറി വാങ്ങുമ്പോഴേക്കും തക്കാളി വില കുറഞ്ഞിട്ടുണ്ട്, ഒരു 4 കിലോ എടുക്കട്ടെ എന്ന് അയാൾ ചോദിക്കുന്നുണ്ട്. 4 കിലോ തക്കാളി ഞാൻ എന്ത് ചെയ്യാനാന്ന് സുഭാഷ് ചോദിക്കേ. അല്ല, സുധീഷ് കല്യാണം കഴിച്ചു കൊണ്ടുവന്നില്ലേ, ആ പെണ്ണ് പാചകം ചെയ്യില്ലേ എന്ന് ഒരു സ്ത്രീ ചോദിക്കുന്നുണ്ട്. നിധി ജോലിക്ക് പോവുകയല്ലേ, അവൾക്ക് അതിന് എവിടുന്ന സമയമെന്ന് സുഭാഷ് ചോദിക്കേ. സുഭാഷൻ ജോലിക്ക് പോകുന്നതല്ലേ എന്നാ ചേച്ചിയും ചോദിക്കുന്നുണ്ട്. അങ്ങനെയല്ല, നിധി എന്റെ കൂടെ നിന്ന് എനിക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യും, തനിയെ പാചകം ചെയ്യാൻ അവൾക്ക് അറിയില്ല എന്നവൻ പറയേ. ഞാനൊക്കെ എന്റെ അമ്മായിമ്മയുടെ കൂടെ നിന്നാ പാചകം പഠിച്ചത് എന്നൊരു സ്ത്രീയും പറയുന്നു. അങ്ങനെ സുഭാഷ് അവരുമായി ഓരോന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് സുധീഷും ഹരീഷും ബൈക്കിൽ അതുവഴി വരുന്നത്. ആ കാഴ്ച കാണുന്ന സുധീഷും ഹരീഷിനോട് വണ്ടി നിർത്താനായി പറയുകയാണ്. സുഭാഷിനെ അവരൊരു പുതിയ ഡിഷ് ഉണ്ടാക്കുന്നതിനെ പറ്റി പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ്. സുധീഷും വണ്ടിയിൽ നിന്നിറങ്ങി അത് കണ്ടോ എന്ന് പറഞ്ഞ് ടെൻഷനോട് നോക്കി നിൽപ്പ. ഇങ്ങനെയായാൽ എങ്ങനെ സുഭാഷ് ഏട്ടന്റെ കല്യാണം നടക്കും? 1 മിനിറ്റ്, ഞാനിപ്പോ വരാമെന്ന് പറഞ്ഞ് സുഭാഷ് ഏട്ടന്റെ അരികിലേക്ക് ചെന്ന്. സുഭാഷ് ഏട്ടാ 1 മിനിറ്റ് ഒന്ന് വായെന്ന് പറഞ്ഞ് സുധീഷ് വിളിക്കേ. സുഭാഷ് ബാലൻസ് ക്യാഷും വാങ്ങി അവിടെയുള്ള ചേച്ചിമാരോടെല്ലാം യാത്ര പറഞ്ഞു പോവുകയാണ്. എന്തൊക്കെ സുഭാഷ് ഏട്ടാ ഈ കാണിച്ചു കൂട്ടുന്നത് എന്ന് സുധീഷ് ചോദിക്കേ. ഞാനെന്ത് ചെയ്തു എന്ന് സുഭാഷും. ആ പെണ്ണുങ്ങളുമായി എന്ത് സംസാരിക്കുകയായിരുന്നു എന്ന് സുധീഷ് ചോദിക്കേ. ഞാനൊന്നും പറഞ്ഞില്ല, അവരൊരു പുതിയ കറി ഉണ്ടാക്കുന്നതിനെ പറ്റി പറഞ്ഞു തരികയായിരുന്നു എന്ന് സുഭാഷ് പറയേ. അതാണോ ഇപ്പൊ പ്രധാനം എന്ന് ഹരീഷും ചോദിക്കും. അതല്ലടാ, നികേഷ് എപ്പോഴും പുതിയ കറി ഉണ്ടാക്കാനായി പറയും, അതുകൊണ്ടാ അവരൊരു പുതിയ കറിയെ പറ്റി പറഞ്ഞപ്പോ അതെങ്ങനെയാ ഉണ്ടാക്കാന്ന് ചോദിച്ചത് എന്ന് സുഭാഷേട്ടൻ പറയുന്നവർക്ക് ദേഷ്യത്തോടെ സുധീഷും പറയുന്നുണ്ട്. നാട്ടിലല്ലെങ്കിൽ തന്നെ നമുക്ക് മോശം പേരാ. സുഭാഷേട്ടൻ ഇനി പെണ്ണുങ്ങളോട് ഓരോന്ന് സംസാരിച്ച് അത് കൂട്ടണോ എന്ന് ചോദിക്കെ ഹരീഷും പറയുന്നുണ്ട്. സുഭാഷ് ഏട്ടാ, ഇപ്പോൾ നല്ല രീതിയിൽ സുഭാഷ് ഏട്ടനോട് സംസാരിക്കുന്ന ഈ പെണ്ണുങ്ങൾ തന്നെ അവരുടെ വീട്ടിലൊരു പെണ്ണുണ്ടെങ്കിൽ നാളെ അവളെ പെണ്ണു കാണാൻ ചെന്നാൽ ഇതേ കാരണം പറഞ്ഞ് വേണ്ടെന്ന് പറയും. ഇതൊന്നും ഓർക്കാതെ സുഭാഷ് ഏട്ടൻ അവരോട് ചിരിച്ചു കളിച്ച് സംസാരിക്കുന്നു. അല്ല, സുഭാഷ് ഏട്ടൻ സാധാരണ ഈ വണ്ടിയിൽ നിന്നാണോ പച്ചക്കറി വാങ്ങുന്നത്? സൂപ്പർ മാർക്കറ്റിൽ പോയല്ലേ വാങ്ങുന്നത് എന്ന് ഹരീഷ് ചോദിക്കെ. സൂപ്പർ മാർക്കറ്റിൽ ലേഡീസ് ഇല്ലല്ലോ, അതുകൊണ്ടാവും ഇപ്പോ പച്ചക്കറി വണ്ടിയിലേക്ക് തിരിഞ്ഞത് എന്ന് സുധീഷും പറയും. അതുകൾക്ക് സുഭാഷും ചോദിക്കുന്നുണ്ട്. എന്താടാ നിങ്ങൾക്കെല്ലാം എന്ത് പറ്റി? അവരെല്ലാം നമ്മുടെ അയൽക്കാരികളല്ലേ, കുട്ടിക്കാലം തൊട്ടേ നമ്മൾ കാണുന്നതല്ലേ. പച്ചക്കറി വാങ്ങുമ്പോഴെല്ലാം അവരെ കാണാറും സംസാരിക്കാറുമുണ്ട്. പിന്നെന്താ ഇന്ന് മാത്രം അവരെ പുതിയതായി കാണുന്ന പോലെയും സംസാരിക്കുന്ന പോലെയും ഒക്കെ എന്ന് സുഭാഷേട്ടൻ ചോദിക്കേ. സുഭാഷേട്ടാ, സുഭാഷേട്ടന്റെ അടുത്ത് നല്ല രീതിയിൽ സംസാരിക്കും, എന്നിട്ട് നമുക്കിട്ട് തന്നെ പണി തരുമെന്ന്. ഏയ് അങ്ങനെയല്ല നമ്മൾ ചിന്തിച്ചാ പിന്നെ വീട് വിട്ട് പുറത്തിറങ്ങാൻ കഴിയൂ എന്ന് സുഭാഷേട്ടനും പറയുന്നു. സുധീഷും പറയുക, അതൊന്നും വേണ്ട, ഇനി പച്ചക്കറി വാങ്ങുന്നെങ്കിൽ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചാൽ മതി. ഇനി പച്ചക്കറി വാങ്ങാനെന്നും പറഞ്ഞ് പുറത്തിറങ്ങി വരേണ്ടത്. ഓൺലൈൻ പച്ചക്കറിയോ? വട്ടാണോടാ നിനക്ക്? അവർ നാളുകളായി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പച്ചക്കറി എടുത്തു തരും, അതത്ര നല്ലതാവില്ല. ഞാൻ ഇവിടുന്ന് വാങ്ങിക്കുന്നുള്ളൂ, നിങ്ങൾ പോവാൻ നോക്കെന്ന് പറഞ്ഞ് സുഭാഷ് ഏട്ടൻ നടന്ന് നീങ്ങുകയാണ്. സുഭാഷ് പോകുന്നത് നോക്കി നിൽക്കുന്ന സുധീഷും ഹരീഷിനോടായി ചോദിക്കുന്നുണ്ട്. എന്താടാ സുഭാഷ് ഏട്ടൻ ഇങ്ങനെ? അത് വിട്ടേക്ക്, കയറാൻ നോക്കെന്ന് പറഞ്ഞ് ഹരീഷ് വണ്ടി എടുക്കുകയാണ്. പിന്നീട് ഓഫീസിലേക്ക് ഇറങ്ങിയ നിധി നികേഷും ഒന്നിച്ച് റോഡിലൂടെ നടക്കുമ്പോഴാണ് സുഭാഷ് ഏട്ടന്റെ കല്യാണക്കാര്യത്തെ കുറിച്ച് സംസാരിക്കുന്നത്. ഇപ്പൊ പെട്ടെന്നെന്താ സുഭാഷ് ഏട്ടന്റെ കല്യാണക്കാര്യം എടുത്തിടാൻ എന്ന് നികേഷ് ചോദിക്കേ. പെട്ടെന്നോ? സുഭാഷ് ഏട്ടന്റെ കല്യാണം നടക്കണ്ടേ? ഇത്രയും നാൾ പെണ്ണു കാണലിന് ഒരു ബ്രേക്ക് ഇട്ടതായി, പക്ഷെ ആ കാര്യം മറക്കാൻ പാടില്ലല്ലോ. നമ്മൾ ഇറങ്ങി തിരിച്ചില്ലെങ്കിൽ സുഭാഷ് ഏട്ടനും കല്യാണക്കാര്യത്തിൽ ഉത്സാഹം കാണിക്കില്ല. എങ്ങനെയെങ്കിലും സുഭാഷ് ഏട്ടന്റെ കല്യാണം ഉടനെ നടത്താം എന്നവൾ തീർത്തു പറയേ. നമുക്ക് നടത്താമെന്ന് നികേഷും പറയുന്നുണ്ട്. ശരി, നമ്മുടെ സുഭാഷ് ഏട്ടൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് എങ്ങനെയായിരിക്കണം എന്ന് നിധി നികേഷിനോടായി ചോദിക്കേ. ഏടത്തിയെ പോലെ ഇരിക്കണം എന്ന് നികേഷും. എന്നെ പോലെയോ എന്ന് നിധി അമ്പരപ്പോടെ ചോദിക്കേ. അതേ ഏടത്തി ഞങ്ങളുടെ വീടുമായി എത്ര പെട്ടെന്നാ സെറ്റായി, അതുപോലെ ആയിരിക്കണം എന്ന് നികേഷും പറയും. അപ്പോഴേക്കും അവർ ബസ് സ്റ്റോപ്പിൽ എത്തിയിരുന്നു. അവർ രണ്ടുപേരും ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് ബസ് സ്റ്റോപ്പിലെ ഒരു പെൺകുട്ടി നികേഷിനെ ശ്രദ്ധിക്കുന്നത് നികേഷ് കാണുന്നത്. നിധിയും ചോദിക്കുന്നുണ്ട്, അല്ല നികേഷേ, നിനക്കെങ്ങനെയുള്ള പെണ്ണിനെയോ വേണ്ടത്
ഇപ്പൊ അത് ചോദിക്കുന്ന എന്തിനാ? ഒരു വർഷം കൂടി കഴിയട്ടെ, കോളേജ് കഴിഞ്ഞിട്ട് അതിനെപ്പറ്റി ആലോചിക്കാമെന്ന് നികേഷ്. എന്താ ഒരു വർഷം കഴിയട്ടെ? ഒരു 27-28 വയസ്സായിട്ടൊക്കെ കല്യാണം കഴിച്ചാൽ മതി എന്ന് നിധി അവനെ വഴക്കു പറയേ. അത് കുറച്ച് ലേറ്റ് അല്ലേ എടുത്തി എന്ന് നികേഷും ചോദിക്കുന്നു. നിധി അവനു നേരെ കണ്ണിരുട്ടുമ്പോഴേക്കും, അല്ല സുധീഷ് ഏട്ടൻ പെട്ടെന്ന് കല്യാണം കഴിച്ചു, ഹരീഷേട്ടനും ചിലപ്പോ പെട്ടെന്ന് കല്യാണം കഴിക്കും എന്ന് നികേഷ് പറയുന്നത് കേൾക്കെ, നിന്റെ സുധീഷ് ഏട്ടന്റെ കല്യാണക്കാര്യത്തെ കുറിച്ചൊന്നും കൂടുതൽ പറയണ്ട എന്ന് നിധിയും പറയുന്നു. നിങ്ങൾക്കിടയിൽ വഴക്കുണ്ടാക്കാൻ ഞാനില്ലേ എന്ന് നികേഷും പറയുക. വീണ്ടും അവൻ തല ഉയർത്തി അപ്പുറത്ത് നിൽക്കുന്ന പെൺകുട്ടിയെ നോക്കുമ്പോഴേക്കും അവൾ അവനെ നോക്കി ചിരിക്കുകയാണ്. അതിനിടയിൽ സുഭാഷേട്ടൻ കൊടുത്തു വിടുന്ന ഭക്ഷണം നിലെന്ന് സുഭാഷേട്ടൻ പരാതി പറയുന്നുണ്ടെന്ന് മുഴുവനും ഉറപ്പായും കഴിക്കണമെന്നും നിധി അവനെ വാൺ ചെയ്യുന്നുണ്ട്. വീണ്ടും അവർ അങ്ങനെ ഓരോന്നും സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാ. അതിനിടയിൽ ആ കുട്ടി നികേഷിനെ നോക്കി പുഞ്ചിരിക്കുന്നത് നിധിയുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. അവനും അവളെ ശ്രദ്ധിക്കുന്നത് കണ്ട് നിധിയും, നികേഷെ ആ കുട്ടി നിന്നെ സൈറ്റ് അടിക്കുന്നുണ്ടല്ലോ, ഇടയ്ക്കിടെ നോക്കുന്നുണ്ടല്ലോ എന്ന് നിധി ചോദിക്കേ. അയ്യേ എടുത്തി, ഞാൻ നോക്കിയില്ല, ഞാൻ കാഷ്വലായി ഒന്ന് നോക്കിയതാ, അപ്പോഴാണ് അവൾ എന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് കാണുന്നതെന്ന് നികേഷ്. നീ എന്തിനാ ഇടയ്ക്കിടെ നോക്കുന്നത്? അതുകൊണ്ടല്ലേ അവൾ നോക്കുന്നതെന്ന് നിധി. ഇല്ല എടുത്തി, ഞാൻ നോക്കുമ്പോഴാണ് ആ പെൺകുട്ടി എന്നെ നോക്കി നിൽക്കുന്നത് കാണുന്നത് എന്ന് നികേഷ് പറയേ. അങ്ങനെയാണോ എന്ന് നിധിയും. അതെ എടുത്തി, ഞാൻ കാഷ്വലായി നോക്കിയതാണെന്ന് നികേഷും പറയുന്നു. നികേഷ് ബസ് വരുന്നത് നോക്കി നിൽക്കെ നിധി അവളെ വീണ്ടും ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോഴാണ് അവൾ നികേഷിനെ നോക്കുന്നത് അവൾ കാണുന്നത്. അത് നികേഷെ ഇങ്ങോട്ട് തന്നെയാ നോക്കുന്നത് എന്ന് നിധി പറയേ. ഇങ്ങോട്ടല്ല, എന്നെയാ നോക്കുന്നതെന്ന് നികേഷ്. ഞാനും വന്നപ്പോ മുതൽ ശ്രദ്ധിക്കുക, എന്നെ നോക്കിക്കൊണ്ടേ നിൽപ്പാ എന്ന് നികേഷ് നിധിയോടായി പറയേ. ആരാടാത്, നിനക്കറിയാമോ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. നമ്മുടെ ഏരിയയിലുള്ളതൊന്നുമല്ല, ഇപ്പോ പുതുതായി താമസിക്കാൻ എത്തിയ ആരെങ്കിലും ആവും എന്ന് നികേഷ് പറയുന്നത് കേൾക്കെ, ഈ ഏരിയയിലുള്ള എല്ലാ പെൺകുട്ടികളെയും നിനക്കറിയാമോ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. ഒരു ചിരിയോടെ നികേഷും കുറെയൊക്കെ അറിയാം എഴുതി, ഇപ്പൊ ഞാൻ കാഷ്വലായൊന്ന് നോക്കാം, അവൾ എന്നെ നോക്കുന്നതൊന്ന് ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞ് അവൻ കാഷ്വലായി ആ പെൺകുട്ടിയെ നോക്കുകയാണ്. അവൾ നികേഷിനെ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്നത് കാണേ, കണ്ടോ എടുത്തി, എന്നെ തന്നെയാ നോക്കുന്നു എന്ന് പറഞ്ഞ് നികേഷ് നാണത്തോടെ ചിരിക്കുകയാണ്. അത് കണ്ട് നിധി അവനെ ചോദ്യം ചെയ്യേ. ഒരു പെൺകുട്ടി ഇങ്ങനെ നോക്കിയാൽ പിന്നെ നാണം വരില്ലേ എന്ന് നികേഷും ചോദിക്കുക.